മോക്ക് വേദനിച്ചു. എന്നോട് ക്ഷമിക്കൂ ചേട്ടാ, എന്നോട് ക്ഷമിക്കൂ. ഹലോ, കവളപ്പാറ എസ്റ്റേറ്റ് അല്ലേ? ആ മോഹൻദാസ് ഫ്രം വെസ്റ്റേൺ ഇന്ത്യ. പിന്നെ അവിടെ ബേബി എന്നൊരു ഡ്രൈവർ ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ലേ? ശരി, ഒന്നുമില്ല. ഹലോ, പാമ്പനാർ എസ്റ്റേറ്റ് അല്ലേ? അവിടെ ബേബി എന്ന പേരുള്ള ഡ്രൈവർ ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ലേ? ഹലോ, കാഞ്ഞിരപ്പള്ളി എസ്റ്റേറ്റ് അല്ലേ? ഈപ്പച്ചാനാണോ? ആ, ഞാൻ മോഹൻദാസാ. പിന്നെ അവിടെ ബേബി എന്ന് പറഞ്ഞൊരു ഡ്രൈവർ ജോലി ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഇപ്പൊ അവിടെ ഉണ്ടോ? ശരി, ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. അല്ല, ഒന്ന് കാണുമായിരുന്നു. ഞാൻ അങ്ങോട്ട് വരാം. ബേബി, ഞാൻ നിന്നെ തേടി നടക്കായിരുന്നു. വരും, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇല്ല, ഞാൻ വരുന്നില്ല. നീ വരണം. നിങ്ങൾ വിളിക്കുമ്പോൾ വരാനും നിങ്ങൾ പറയുമ്പോൾ പോവാനും ഞാൻ നിങ്ങളുടെ കയ്യിലെ കളിപ്പാട്ടമൊന്നുമല്ല. ബേബി, എന്റെ കുടുംബത്തിന്റെ അന്തസ്സും എന്റെ പെങ്ങളുടെ ജീവിതം നിന്റെ കയ്യിലാണ്. മീര ഗർഭിണിയാണ്. നിന്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളരുന്നത്. എന്റെ കുഞ്ഞ്? വലിയ വീടുകളിലെ പെൺപിള്ളേർക്ക് വിവാഹം കഴിയാതെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് സാധാരണമാണ്. എന്റെ പെങ്ങളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ നീ ആയതുകൊണ്ടാണ് നിന്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കേണ്ട ഗതികേട് എനിക്കുണ്ടായത്. അല്ലെങ്കിൽ എനിക്ക് മുമ്പ് വേറെയും ഡ്രൈവർമാരോട് ജോലിക്ക് നിന്നിട്ടുണ്ടല്ലോ. അവരെ കൂടെ കണ്ടിട്ട് പെങ്ങളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ തന്തയാരാൻ തീരുമാനിച്ച പോരെ. എന്റെ പെങ്ങളുടെ ജീവിതം നശിപ്പിച്ചിട്ട് നീ എങ്ങനെ ജീവിക്കണോ പട്ടി? സാർ,
ഡോക്ടർ സുഭദ്ര ഹിയർ. ഞാൻ ആന്റി മോഹൻ. ആ, എന്തുണ്ട് വിശേഷങ്ങള്? ഞാൻ നാളെ മീരുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ കാര്യം? അത് ഞാൻ അവിടെ വന്നിട്ട് പറയാം. ആന്റി ഹോസ്പിറ്റലിൽ കാണില്ലേ? ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടെ എത്തും. ഇറങ്ങും. ആ, നിങ്ങളെ കാണാതായപ്പോ ഞാൻ അങ്ങോട്ട് വിളിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. എടി പെണ്ണെ, നീ വലിയ പൂന ഹിസ്റ്ററിയൊക്കെ പഠിച്ചിട്ട് വന്നിട്ട് നിനക്കിത് എന്തു പറ്റി? എടാ, ഇവളുടെ പഴയ ആ ചാമിങ്ങും ഫ്രഷ്നെസ്സും ഒക്കെ പോയല്ലോ. അവൾക്ക് നല്ല സുഖമില്ല ആന്റി. വാട്ട് ഹാപ്പൻ മീര? ആന്റി, എനിക്ക് ആന്റിയോട് കാര്യം പറയാനുണ്ട്. അതിവിടെ വെച്ച് വേണ്ട, ആന്റിയുടെ വീട്ടിലേക്ക് പോ. എന്നാലും മീരയ്ക്ക് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിക്കാന്ന് വെച്ചാൽ, പഠിപ്പും വിവരമുള്ള കുട്ടിയല്ലേ അവൾ? തെറ്റെന്റേതാണ് ആന്റി. മീരയെ ഒരു കൊച്ചു കുഞ്ഞായിട്ട് ഞാൻ എന്നും കരുതിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് സംഭവിച്ചത്. അവനെ പിന്നെ നീ അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചു. അവന് തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒറ്റ വഴിയെ ഞാൻ കാണുന്നുള്ളൂ. എന്താ മോഹൻ? അബോർട്ട് ചെയ്യ. അതിനോട് സമ്മതിക്കുമോ? സമ്മതിക്കണം, അല്ലെങ്കിൽ സമ്മതിപ്പിക്കണം. ആന്റി, നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സും മീരയുടെ ഭാവിയും ആന്റിയുടെ കയ്യിലാണ്. ആന്റി എന്താ ഒന്നും മിണ്ടാത്തത്? ഏതായാലും ഞാൻ അവിടെ ഒന്ന് സംസാരിച്ചു നോക്കട്ടെ. ഇല്ല, ഞാനതിന് സമ്മതിക്കില്ല. മോളെ, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ആന്റി ഈ പറയുന്നത്. മോക്കൊരു തെറ്റ് പറ്റി. തെറ്റിനെ തെറ്റുകൊണ്ട് തിരുത്താൻ പാടില്ലെന്ന് ആന്റിക്ക് അറിയാഞ്ഞിട്ടല്ല. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. മോള് കാരണം മോഹൻ എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്ന്. നമ്മുടെ കുടുംബം, അന്തസ്, അഭിമാനം, അതിലുപരി നിന്റെ ഭാവി, എല്ലാം നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇല്ല ആന്റി, ആന്റി എന്ത് പറഞ്ഞാലും ഞാൻ അതിന് സമ്മതിക്കില്ല. എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഞാൻ നശിപ്പിക്കില്ല. മോളെ, നിന്റെ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്നോ നാളെ കൊണ്ട് അവസാനിക്കുന്നതല്ലല്ലോ ജീവിതം. നിന്റെ വിവാഹം, ഭർത്താവ്, കുട്ടികൾ, കുടുംബം, നിന്നെക്കുറിച്ച് എന്തെല്ലാം പ്രതീക്ഷയോടാണ് നിന്റെ ചേട്ടൻ ജീവിക്കുന്നതെന്നറിയാമോ? അതുകൊണ്ട് ആന്റി പറയുന്നത് നോ. മറ്റൊരു ചെറുപ്പക്കാരനെ വഞ്ചിക്കാൻ എന്റെ മനസാക്ഷി എന്നെ അനുവദിക്കില്ല ആന്റി. ഞാൻ എന്റെ കുഞ്ഞിനെ പ്രസവിക്കും. അച്ഛനെ
വിളിക്കാൻ എന്റെ കുഞ്ഞിന് ആരുമില്ലെങ്കിലും അമ്മയെന്ന് വിളിക്കാൻ ഞാനുണ്ട്. പ്ലീസ് ആന്റി, ഇനി എന്നെ നിർബന്ധിക്കരുത്.